നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ പച്ചക്കറികളോ ഫലവൃക്ഷങ്ങളോ ഒക്കെ നടുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പൂക്കൾ വിരിഞ്ഞാലുടൻ കൊഴിഞ്ഞു പോകുന്നത്, കായ്ക്കൾക്ക് വലിപ്പമില്ലാത്തത്, അല്ലെങ്കിൽ പഴങ്ങൾ വീണ്ടു കയറുന്നത്. ഇതിനെല്ലാം പരിഹാരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂക്ഷ്മ മൂലകമാണ് ബോറോൺ. ഇത് എല്ലാ ചെടികളിലും എങ്ങനെ ഉപയോഗിക്കണം, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി നോക്കാം. ചെടികൾക്ക് നൈട്രജനും പൊട്ടാഷ്യം പോലെ തന്നെ പ്രധാനമാണ് ഈ ബോറോണും. പക്ഷേ അതിന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. പച്ചക്കറികൾക്ക്, അതായത് മുളക്, തക്കാളി, പയർ എന്നിവയ്ക്ക് പൂവൊഴിച്ചിൽ തടയാൻ ഇത് സഹായിക്കും. ഫലവൃക്ഷങ്ങളായ പപ്പായ, നാരങ്ങ, മാവ് എന്നിവയുടെ കായകൾ വീണ്ടും കയറുന്നത് തടയാനും നല്ല രുചിയും വലുപ്പവും നൽകാനും ബോറോൺ വേണം. ഇനി തെങ്ങിനാണെങ്കിൽ തെങ്ങിന്റെ മടൽ ചെയ്യുന്നത് തടയാനും കരുക്കുകൾ പൊഴിയാതെ നല്ല രീതിയിൽ പിടിക്കാനും ബോറോൺ അത്യാവശ്യമാണ്. പൂച്ചെടികൾക്ക്, റോസ് പോലുള്ള ചെടികളിൽ കൂടുതൽ മൊട്ടുകൾ വരാനും പൂക്കൾക്ക് നല്ല നിറം ലഭിക്കാനും ഇത് സഹായിക്കും. നിങ്ങളുടെ ചെടിക്ക് ബോറോൺ കുറവാണോ എന്നറിയാൻ ഈ ലക്ഷണങ്ങളിലൂടെ അറിയാൻ പറ്റും. ചെടികളുടെ തലപ്പുകൾ ഉണങ്ങി വരുന്നത്, ഇലകൾ കട്ടികൂടി ചുരുണ്ടുപോകുന്നത്, കായകൾ വികൃതമായ ആകൃതിയിൽ ഉണ്ടാകുന്നത്, ഇതെല്ലാം ബോറോണിന്റെ കുറവ് കൊണ്ടാണ്. പൂക്കൾ വിരിയാതെ തന്നെ കൊഴിഞ്ഞു വീഴുക. ഇനി ഇത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഇത് വെള്ളത്തിൽ പെട്ടെന്ന് അലിയുന്നതാണ്. ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം മുതൽ 1.5 ഗ്രാം വരെ ബോറോൺ ചേർക്കുക. അതായത് 1 ടീസ്പൂണിന്റെ ഏകദേശം 4 ഭാഗം. ഇത് നന്നായി കലക്കി ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കാം. മണ്ണിൽ ചേർക്കാൻ വേണ്ടി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ ലിറ്ററിന് 2 ഗ്രാം എന്ന അളവിൽ എടുക്കാം. എപ്പോഴും വൈകുന്നേരങ്ങളിൽ വെയിൽ ആറിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു പ്രധാന കാര്യം, ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രം നൽകിയാൽ മതി. അളവ് കൂടിയാൽ അത് ചെടിക്ക് വിഷാംശമാകും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചെടികൾ പൂവിട്ട് തുടങ്ങുന്ന സമയമാണ് ഇത് നൽകാൻ ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഗാർഡനിലെ ചെടികൾ ഇത് പരീക്ഷിച്ചു നോക്കുക. നല്ല മാറ്റം കാണുവാൻ സാധിക്കും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കൃഷി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.